ധന്യരാമൻ കുറിച്ചിരുന്നു. ശ്രീമതി ധന്യ, ഇവിടെ എന്താണ് ഇപ്പോൾ ഇത് ഫേക്ക് നാഷണലിസമാണ് എന്ന് കോൺഗ്രസും പ്രതിപക്ഷവും നിരന്തരം ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ ആരോപണമാണ്. വേടൻ പറയുന്നുണ്ട് ഞാൻ പാട്ട് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് എന്ന് തന്നെയാണ് വേടൻ പറയുന്നത്. വേടൻ അത് രാഷ്ട്രീയ ആരോപണമായി തന്നെ പറയുന്നതാണ് എന്ന് മറച്ചുവെച്ച് പറയുന്നതുമല്ല. അതിനെ ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ അന്വേഷിക്കേണ്ട ഭീകരപ്രവർത്തനമായി കണക്കാക്കാവോ തന്നെയാണ്? അത് ഇപ്പോഴേ ഇവർക്ക് ഭയങ്കര പേടിയാണ്. കേരളത്തിലെ പിന്നെ വേടനിപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അംബേദ്കറുടെ പൊളിറ്റിക്സ് ആണ്, സമത്വത്തിൻ്റെതാണ്. അതിനെ ഇപ്പം ഈ BJP RSS ഭയക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം എന്താണ്? അവരെന്തിനാ എപ്പോഴും ഈ സമൂഹത്തിലെ മനുഷ്യരെ എല്ലാം വിവിധ സമുദായങ്ങളാക്കി വേർതിരിച്ച് അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരിങ്ങനെയാണ് വലിയ രക്ഷാസമ്മേളനങ്ങൾ ചേർന്നിട്ട് എപ്പോഴും ഈ പിന്നോക്കക്കാരെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഈ വേടന്റെ പ്രോഗ്രാമിൽ വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യർ കുറെ ഉൾക്കൊള്ളുന്നുണ്ട്. പുതിയ തലമുറ ഈ പൊളിറ്റിക്സിനെ ഉൾക്കൊള്ളുന്നുണ്ട്, അംബേദ്കർ പൊളിറ്റിക്സിനെ ഉൾക്കൊള്ളുന്നുണ്ട്, സമത്വത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. വേറെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് കേൾക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അത് ഈ BJP രാഷ്ട്രീയത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അവരിപ്പോ ഇവിടെ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് അവര് പിന്നെ ഇത്തരത്തിലുള്ള അംബേദ്കറെ കൂടുതൽ ഒച്ചത്തിൽ ഞങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. അത് ആ ഭയമാണ് അവർ NIA ഇവർക്ക് ആകെപ്പാട് ഇവരുടെ ചരിത്രം എന്തോ ആണ്. ഇവർ ED NIA ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടല്ലേ ഈ നാട്ടുകാരെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഇവർക്ക് ചരിത്രമുണ്ടോ? ഇവർക്ക് പൂർവികയുണ്ടോ? ഞങ്ങൾ ഡോക്ടർ BR അംബേദ്കറുടെ കൊച്ചുമക്കളാണ്. അവർക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ടൊന്നുമില്ല. അവരാകെപ്പാടെ ED NIA ഇങ്ങനത്തെയുള്ള കുറെ കേസ് ഉണ്ടാക്കല്, പേടിപ്പിക്കല്, ഇപ്പൊ ED വന്ന അതിൽ കൈക്കൂലി വാങ്ങല, ഇതൊക്കെ തന്നെയല്ലേ ഇവരുടെ പരിപാടി. ഇതല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണിച്ചല്ലേ നമ്മളെയും ഭയപ്പെടുത്താൻ വേണ്ടി ഭയപ്പെടുന്ന അവർ വിചാരിക്കുന്നത് മാത്രമാണ്. ഇതിനകത്തൊരു കാര്യമില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുസ്മൃതി കത്തിച്ചിട്ട് ഇതൊക്കെ നേരത്തെ 1927 മഹസമരത്തിൽ ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചിട്ട് അത് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഞങ്ങൾ എത്രയോ മുമ്പോട്ടേക്ക് പോയവരാണ്. ഇവരാണ് ഇപ്പോഴും ഇത് മനുസ്മൃതിയും പൊക്കിപ്പിടിച്ച് ഇപ്പോഴും ജാതി എന്ന് പറഞ്ഞ് ജാതി ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾക്ക് നോക്കൂ, ദളിതരെയും മുസ്ലിങ്ങളെയും അവർ ജീവിക്കാൻ വിടുന്നുണ്ടോ? എന്നിട്ട് അവർ പറയും നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഈ പറയുന്ന വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന വേടൻ ഇത്രത്തോളം പോപ്പുലർ ആവുന്നതിനൊക്കെ മുമ്പ് ആദ്യമായി ഇറങ്ങി, അതും വലിയ വൈറലായ ഒരു ആൽബമായിരുന്നു. നീർനിലങ്ങളിനടിമയാരുടമയാർ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ പറയുന്ന ഒരു വരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ ആ പാട്ടിനകത്ത് മോദി എന്ന വാക്കെടുത്ത് പറയുന്നില്ല വേടൻ. ഇനി വേറെ ഏതോ അത് പിന്നെ സ്റ്റേജിൽ പാടുമ്പോൾ പാടിയ കാര്യമാണോ എന്നറിയില്ല. ഇനി മോദി എന്ന പേരെടുത്ത് പറഞ്ഞാലും അത് രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്താവന, രാഷ്ട്രീയ പാട്ട് എന്നതിന് നിലയ്ക്ക് ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി കൊടുത്താൽ NIA അതിൽ കേസെടുക്കുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം, കാത്തിരുന്ന് കാണാം.